കേരള സംസ്ഥാന സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള സാമൂഹിക ക്ഷേമ പദ്ധതികൾ ഏതെല്ലാമെന്ന് നോക്കാം. ആധുനിക യന്ത്രോപകരണങ്ങൾ ഉപയോഗിച്ച് കയറ്റിറക്ക് ജോലി ചെയ്യാൻ നിലവിലെ ചുമട്ടുതൊഴിലാളികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് നവശക്തി. വീടുകളിൽ എത്തി രക്തപരിശോധന ഉൾപ്പെടെ നടത്തുന്ന കുടുംബശ്രീയുടെ ആരോഗ്യ പരിപാലന പദ്ധതിയുടെ പേരാണ് സാന്ത്വനം. റേഷൻ കടയിൽ നേരിട്ടെത്തി സാധനങ്ങൾ വാങ്ങാൻ കഴിയാത്ത ദരിദ്ര ദുർബല ജനവിഭാഗങ്ങൾക്ക് റേഷൻ കട സാധനങ്ങൾ നേരിട്ട് വീട്ടിലെത്തിക്കുന്ന പദ്ധതിയുടെ പേരാണ് ഒപ്പം. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് മെഡിസെപ്പ്. നിലവിൽ വന്നത് 2022 ജൂലൈ 1 മെഡിസെപ്പ് പദ്ധതിയുമായി സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ പേരാണ് ഓറിയന്റൽ ഇൻഷുറൻസ്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ആവാസ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ലഭിക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് കർമ്മചാരി. പരീക്ഷാ അടിസ്ഥാനത്തിൽ കൊച്ചിയിലാണ് ആദ്യമായി പദ്ധതി നടപ്പിലാക്കുക. സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും നിലവാരമുള്ള കളിക്കളം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സർക്കാർ പദ്ധതിയുടെ പേരാണ് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം. സോളാറും കാറ്റാടിയും സംയോജിപ്പിച്ചുള്ള സംസ്ഥാനത്തെ ആദ്യ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് സൈലന്റ് വാലിയിലെ ആദിവാസി ഊരായ താഴെ തുടുക്കിയിലാണ്. ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം വിദ്യാലയങ്ങളിൽ എത്താനുള്ള പദ്ധതി ഗോത്രസാരഥി. നിലവിൽ വിദ്യാവാഹിനി എന്നാണ് പദ്ധതി അറിയപ്പെടുന്നത്. പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിലാണ് വിദ്യാവാഹിനി നടപ്പിലാക്കുക. പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പരിപാടിയുടെ പേരാണ് വർണ്ണക്കൂടാരം. പട്ടികവർഗ വിഭാഗക്കാരുടെ കൈവശമുള്ള കാർഷികേതര ഭൂമി കൃഷിയോഗ്യമാക്കിയ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് ഹരിതരശ്മി. 4-നും 18-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളിൽ പാഠ്യേതര കലാ സാംസ്കാരിക ശാസ്ത്ര സാമൂഹിക മേഖലകളിൽ താൽപ്പര്യം വളർത്താൻ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് ബാലകേരളം. സ്കൂൾ കുട്ടികളിൽ പൗരബോധം വളർത്തുക എന്ന ലക്ഷ്യത്തിൽ കേരള ഹൈക്കോടതി ലീഗൽ സർവീസ് കമ്മിറ്റി നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് സംവാദ. 25 വർഷം തികച്ച കുടുംബശ്രീയുടെ ചരിത്രം എഴുതുന്ന പരിപാടി രചന എന്ന് അറിയപ്പെടുന്നു. കുടുംബശ്രീയുടെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രകാശനം ചെയ്ത പുസ്തകങ്ങളാണ് ചുവട്, കുടുംബശ്രീ അറ്റ് 25 എന്നീ പുസ്തകങ്ങൾ. 15 വയസ്സിന് മുകളിലുള്ളവരെ ഡിജിറ്റൽ സാക്ഷരരാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സാക്ഷരതാ മിഷന്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് ഈ മുറ്റം. രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലസീമിയ തുടങ്ങിയവയ്ക്ക് സമഗ്ര ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ആശാധാര. വീടുകളിൽ സൗരോർജ്ജ വൈദ്യുതി പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സഹകരണ വകുപ്പിന്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് സൗരജ്യോതി. സംസ്ഥാനത്തെ അങ്കണവാടികളെ ഊർജ സ്വയം പര്യാപ്തമാക്കാൻ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് അങ്കൺ ജ്യോതി. സ്ത്രീ പുരുഷ സമത്വം, തുല്യനീതി എന്നീ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ആയി സാംസ്കാരിക വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് സമം പദ്ധതി. വനിതകളെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിന് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ വനിതാ ശിശു വികസന വകുപ്പും ജെൻഡർ പാർക്കും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഡിജിറ്റൽ പാഠശാല. വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരാണ് നവകിരണം. റീബിൽഡ് കേരള ഡെവലപ്മെൻറ്റ് പുനരധിവാസ പദ്ധതിയാണ് നവകിരണം എന്ന പേരിൽ പുനർനാമകരണം ചെയ്തത്. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പു രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ് ആശ്വാസ കിരണം.
കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിൽ ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് സൗജന്യമായി ചികിത്സാ പദ്ധതി നൽകുന്നതിൻ്റെ പേരാണ് മിഠായി. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ വളർച്ചാ വൈകല്യങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി ആയുർവേദ ചികിത്സാ വിധികളിലൂടെ പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് നടത്തുന്ന പദ്ധതിയുടെ പേരാണ് സ്നേഹധാര. ബഡ്സ് സ്കൂളുകളിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി തിരുവനന്തപുരം ജില്ലാ കുടുംബശ്രീയുടെ സാമൂഹിക പിന്തുണയോടെ നടത്തുന്ന പദ്ധതിയാണ് മുകുളം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്ന പദ്ധതിയാണ് വയോരക്ഷ. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് എൽഡർ ലൈൻ. കുഷ്ഠരോഗ നിർമ്മാർജ്ജന രംഗത്ത് സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ബാലമിത്ര. മലയും പരിസരവും മാലിന്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് പുണ്യം പൂങ്കാവനം. പ്രാഥമിക ഗണിതശേഷി എല്ലാ കുട്ടികൾക്കും ഉറപ്പാക്കാൻ ഡിസ്കിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച നൂതന പദ്ധതിയുടെ പേരാണ് മഞ്ചാടി. ഭർത്താവ് മരിച്ച അശരണരായ സ്ത്രീകളെ പരിപാലിക്കുന്നതിന് ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന വനിതാ ശിശു വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് അഭയകിരണം. സ്ത്രീകൾക്കും കുട്ടികൾക്കും രാത്രികാലങ്ങളിൽ സുരക്ഷിത അഭയം ഉറപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് എൻ്റെ കൂട്. വിദ്യാർത്ഥികളിലെ മയക്കുമരുന്നിന്റെ വിപണനവും ഉപയോഗവും തടയാൻ വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് യോദ്ധാവ്. എല്ലായിടത്തും സർവീസ് ആരംഭിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് KSRTC നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഗ്രാമവണ്ടി. ആദ്യ ഗ്രാമവണ്ടി തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയിലെ കൊല്ലയിൽ പഞ്ചായത്തിലാണ് ആരംഭിച്ചത്. സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളും കടലും പ്ലാസ്റ്റിക് മാലിന്യ വിമുക്തമാക്കുന്നതിനുള്ള പദ്ധതിയുടെ പേരാണ് ശുചിത്വ സാഗരം സുന്ദര തീരം. കാഴ്ച പരിമിതമായ വിദ്യാർത്ഥികൾക്കായി ശബ്ദപുസ്തകം ലൈബ്രറി പദ്ധതിയുടെ പേരാണ് ശ്രുതിപാഠം. അധ്യാപകർ നിശ്ചിത എണ്ണം കുട്ടികളുടെ മെമ്പർമാരായി പ്രവർത്തിക്കുന്നതിനുള്ള പദ്ധതിയുടെ പേരാണ് സഹിതം. ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഭവന വായ്പാ പദ്ധതിയുടെ പേരാണ് മെറി ഹോം. വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ പഠനോപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് വിദ്യാകിരണം. ചൂഷണത്തിന് വിധേയരായ അവിവാഹിതരായ അമ്മമാർക്ക് സഹായം നൽകുന്ന കേരള സാമൂഹിക സുരക്ഷാ മിഷൻ പദ്ധതിയാണ് സ്നേഹസ്പർശം. കൃഷി പരിപാലനത്തിലൂടെ ഭിന്നശേഷി കുട്ടികളിൽ മാനസിക സാമൂഹിക തലത്തിൽ മാറ്റം വരുത്താനായി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ബ്ലോസം. ഗാർഹിക ആവശ്യങ്ങൾക്കായി സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് അനർട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് സൗര തേജസ്. വയോജനങ്ങൾക്ക് ആവശ്യമായ മരുന്നുകൾ വീട്ടിലെത്തിച്ചു നൽകുന്നതിനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് കാരുണ്യ അറ്റ് ഹോം. കേരള സർക്കാരിൻ്റെ ടെലിമെഡിസിൻ പദ്ധതിയാണ് ഇ-സഞ്ജീവനി. മൃഗസംരക്ഷണ വകുപ്പിന്റെ പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണം ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഇ-സമൃദ്ധി. നവജാത ശിശുക്കൾക്ക് വേഗത്തിൽ മികച്ച ചികിത്സ ലഭിക്കുന്നതിനായി ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് നിയോ ക്രാഡിൽ. 15 മുതൽ 59 വയസ്സ് വരെയുള്ള പെൺകുട്ടികളിലും സ്ത്രീകളിലും അനീമിയ കണ്ടെത്തുകയും ആവശ്യമായ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന ക്യാമ്പയിൻ്റെ പേരാണ് വിവ കേരളം, വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക്. പരമ്പരാഗത ജീവിത രീതികൾക്കും ഗ്രാമീണ വിനോദസഞ്ചാരത്തിനും പ്രാധാന്യം നൽകി ഉത്തരവാദ ടൂറിസം മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് സ്ട്രീറ്റ് ടൂറിസം പദ്ധതി. 6 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ദന്താരോഗ്യ പരിചരണം നൽകുന്ന പദ്ധതിയുടെ പേരാണ് പുഞ്ചിരി. അതിഥി തൊഴിലാളികളിലും ആദിവാസികളിലും വദനാർബുദം തടയാൻ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് വെളിച്ചം. കൈത്തറി മേഖലയുമായി ബന്ധപ്പെട്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളാണ് തനിമ, കൃതിക.
ഈടും ജാമ്യവുമില്ലാതെ നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഉന്നത വിദ്യാഭ്യാസ വായ്പയൊരുക്കുന്ന പദ്ധതിയുടെ പേരാണ് PM വിദ്യാലക്ഷ്മി.